ഹലോ, നമ്മളിട്ട കുക്കുംബറെല്ലാം നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ കാ പറിക്കുന്ന സമയമായിട്ടാണ് കേട്ടോ. അപ്പം ഇതുണ്ടോ, ഇത് നാംദാരി സീഡ്സിൻ്റെ കുക്കുംബറാണ് കേട്ടോ. നല്ല വലുപ്പമുണ്ട്, അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. ഇതാ കുറച്ചധികം ചെടികളുണ്ട്. പക്ഷേ ഈ വെയിലിൻ്റെ കാഠിന്യം കൊണ്ട് കുറേയൊക്കെ നമ്മുടെ കുക്കുംബർ പോയിട്ടുണ്ട്. ചെടിയെല്ലാം നമുക്ക് കിട്ടിയിട്ടില്ല, പകുതിയേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് വിത്തും കൂടെ പാകിയിട്ടുണ്ട്. അപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ നമ്മൾ ചീര നട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ വഴുതന വെച്ചിട്ടുണ്ട്, വെണ്ടയും വെച്ചിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ആയി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഏകദേശം 1 മാസം കഴിഞ്ഞതേ ഉള്ളൂ. ഒത്തിരി ദിവസങ്ങളൊന്നും ആയിട്ടില്ല. എങ്കിലും നമുക്ക് അത്യാവശ്യം 1 കിലോ 1.5 കിലോയൊക്കെ നമുക്ക് ഡെയിലി കുക്കുംബർ ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. അപ്പം നല്ല പൂർണ്ണമായിട്ട് വളർച്ച എത്തുമ്പോഴത്തേക്ക് ഒരു 2-3 ആഴ്ചയായിട്ട് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് നമുക്ക് ഇതിനകത്ത് നിന്ന് കുക്കുംബർ കിട്ടും. ഇത് കണ്ടോ, നിങ്ങൾ കണ്ടോ, നല്ല രീതിയിൽ പറിക്കാൻ പറ്റുന്നുണ്ട്. ഒരു 5 എണ്ണമൊക്കെ വരുമ്പോഴത്തേക്ക് ഏകദേശം 1 കിലോ നമുക്ക് കുക്കുംബർ കിട്ടുന്നുണ്ട്. നല്ല ഇനം കേട്ടോ. അപ്പം ഞാൻ പിന്നെ നമ്മൾ സെഡോണ എന്നും പറഞ്ഞൊരു ഇനം കൂടെ നമ്മൾ പാകി ഇട്ടിട്ടുണ്ട്. അപ്പം അത് വളർന്നു വരുമ്പോൾ ഉള്ള വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി നിങ്ങളൊന്ന് പരിഗണിക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വളപ്രയോഗങ്ങളൊക്കെ ഞാൻ തുടർന്നുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞു തരാം. അപ്പം കറക്റ്റായിട്ട് എങ്ങനെയാണ് നമ്മൾ വീടുകളിൽ നമുക്ക് ഫാമിലൊക്കെ ചെയ്യുന്ന പോലെ നമുക്ക് നല്ല രീതിയിൽ കുക്കുംബറൊക്കെ കൃഷി ചെയ്യുന്നറിയാം.